ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ടോഫി ഉണ്ടാക്കുന്നതാണ്. മിൽക്ക് ടോഫിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ടത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് അല്പം ആറിയതിന് ശേഷമാണ് പാൽപ്പൊടി ചേർക്കുന്നത്. ഇപ്പം ഞാനിതിലേക്ക് 2 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് അതൊന്ന് കട്ട കെട്ടാതെ അലിച്ച് എടുക്കണം. ആദ്യം ഇടുന്നത് അലിഞ്ഞ് തീരുമ്പോഴത്തേക്ക് ബാക്കി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. വലിയ ചൂടോടെ ചേർത്താലും ഇത് അലിയാൻ പ്രയാസമാണ്. അപ്പോൾ ഒന്ന് ആറിയതിന് ശേഷം ഇട്ടാൽ എളുപ്പമൊന്ന് അലിഞ്ഞ് കിട്ടും. ഇപ്പോഴിത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ആദ്യം ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കാം. തിളച്ച് കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിം ആക്കണം. ഇപ്പോഴിത് നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് വീതം 4 പ്രാവശ്യം ഞാൻ ചേർത്തു. ഇപ്പോഴിത് കുറുകി വരുന്നുണ്ട്. കുറുകി നന്നായിട്ട് വെള്ളം വറ്റി കിട്ടണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പ് കാണാം. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി വരണം. ടൈം നല്ലപോലെ എടുക്കും. അതുപോലെ കൈക്കും നല്ല ജോലിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേണ്ടിയിരിക്കണം. കരിയാതെ ശ്രദ്ധിക്കുകയും വേണം. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോഴത് കുറച്ചുകൂടെ വെള്ളം വറ്റി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ബ്രൗൺ നിറം കൂടെ ആയി കിട്ടും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നെയ്യും പാലും പഞ്ചസാരയും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർക്കാൻ മറക്കണ്ട. ഇപ്പോഴിത് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. ഒരല്പം കൂടി ആവണം. ഇപ്പോഴിത് ഏകദേശം ഒരു കളറായി വന്നിട്ടുണ്ട്. നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തിൽ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഒന്നും ചേർക്കത്തില്ല. ഏലക്കാപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കത്തില്ല. പാലും പഞ്ചസാരയും നെയ്യും മാത്രമാണ്. ഇത് പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ഒന്ന് നിരത്തി കൊടുത്തു. ഇതിനിയൊന്ന് ആറി കിട്ടണം. ആറിയതിന് ശേഷം ഞാൻ വിളക്കത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉരുട്ടി റെഡിയാക്കി. ബാക്കി ചോക്ലേറ്റ് ഒന്ന് ഉരുട്ടി ഷേപ്പ് വരുത്തിയിട്ട് ബട്ടർ പേപ്പറിനകത്തിൽ പൊതിഞ്ഞ് ടോഫി പോലെ റെഡിയാക്കി. വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. താങ്ക് യു സോ മച്ച്.